വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചുരുങ്ങിയ ചിലവിൽ കുഴൽക്കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 5, 6, 7 എന്നീ അളവുകളുള്ള ISI മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാനനിർണയം നടത്തി കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നു. പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചിലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഹാർഡ്വെയർ, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, കൊപ്പം. ഫോൺ 7510616130 9846 424 518 9846 616 130. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. KPCC വർക്കിംഗ് പ്രസിഡന്റ് KP അനിൽകുമാർ MLA മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തി. കുട്ടികളൊക്കെ NGS ഉള്ളതുകൊണ്ട് ഡോക്ടർമാരല്ലേ. KPCC പ്രസിഡന്റ് ചാർജ് എടുക്കുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് മലപ്പുറം ജില്ല നമ്മൾ രൂപീകരിച്ച കാലം മുതൽ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലത്തോളം പ്രവർത്തിച്ച ആര്യാടൻ മുഹമ്മദ് മലപ്പുറം ജില്ല മാത്രമല്ല മലബാറിലും കേരളത്തിലും ഒരുപാട് സംഭാവനകൾ നൽകിയ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യമാണ്, കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് മുമ്പായിട്ട് ഇവിടേക്ക് വന്നത്. പുതിയ ഭാരവാഹികൾ നാളെ സ്ഥാനമേറ്റെടുക്കുന്നതാണ്. കോൺഗ്രസിന് മുമ്പിൽ വലിയൊരു ദൗത്യമുള്ള അതേപോലെ തന്നെ പുതിയ ഭാരവാഹികളെ പദ്ധതികളാണ്. അത്ര കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. നമ്മൾ കമ്മിറ്റി വന്നു, കമ്മിറ്റി അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അത്തരം കാര്യങ്ങളിലേക്ക് മലപ്പുറത്തെ കോൺഗ്രസ് കുറച്ച് കാലങ്ങളായിട്ട് പിന്നെ ഇന്നത്തെ അവസ്ഥയിലാണ്. നമുക്കറിയാം 12 MLA-മാരുണ്ടായിരുന്ന സമയത്ത് 3 MLA-മാരെ സംഭാവന ചെയ്ത കോൺഗ്രസിന്റെ അറിയാൻ സാറും അതേപോലെ ജയനാഥനൊക്കെ പ്രചാരണം അവതരിപ്പിക്കുക. അപ്പൊ നമ്മൾ ഒരു സീറ്റിൽ ഒതുങ്ങി അത് പഴയ പ്രതാപത്തിലേക്ക്. ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് 2 സീറ്റാവും. അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് 4 സീറ്റാവും കോൺഗ്രസ്. ഒരു കൊല്ലം കാത്തിരിക്കുമ്പോഴേക്ക് പഴയ പ്രതാപല്ല, അതിനേക്കാൾ വലിയ തലത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് വരും. നമ്മുടെ പ്രധാന ദൗത്യമാണ് പഴയ പ്രതാപം. അടുത്ത തെരഞ്ഞെടുപ്പില് 2026 തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ 16 സീറ്റും UDF വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് 100% ആത്മവിശ്വാസമുണ്ട്. വെറുതെ വെറും വാക്ക് പറയുന്നതല്ല, രാഷ്ട്രീയ സാഹചര്യമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് 2 അത് കഴിഞ്ഞാൽ പിന്നെ അത് വരുമ്പോൾ 16 സീറ്റും ജയിക്കും. അതോടെ അതിൽ 4 സീറ്റ് കോൺഗ്രസിന് ഇപ്പൊ നിലവിലുണ്ട്. ആ 4 സീറ്റും കോൺഗ്രസ് വിജയിക്കും. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി തിങ്കളാഴ്ച ചുമതലയേൽക്കുന്നതിന്റെ മുന്നോടിയായിരുന്നു മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തിയത്. KPCC ജനറൽ സെക്രട്ടറിയും ആര്യാടൻ മുഹമ്മദിന്റെ മകനുമായ ആര്യാടൻ ഷൗക്കത്ത്, മുൻ DCC പ്രസിഡന്റ് VA കരീം, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് A ഗോപിനാഥ് എന്നിവർ ചേർന്ന് അനിൽകുമാറിനെ സ്വീകരിച്ചു. അന്തരിച്ച മുൻ മന്ത്രി ആര്യാടന്റെ പത്നി PV മറിയുമ്മയെ കണ്ട് സുഖവിവരങ്ങളും അന്വേഷിച്ചു. DCC പ്രസിഡന്റ് VS ജോയ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി, INTUC ജില്ലാ പ്രസിഡന്റ് VP ഫിറോസ് എന്നിവരും കൂടെയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.